നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ലോകം മുഴുവൻ സ്വന്തം ജന്മദിനം വരാൻ കാത്തിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചിലർ ആ ദിവസം ആരും ഓർക്കരുതേ എന്നുള്ളിൽ ആഗ്രഹിക്കുന്നത്? അത് സന്തോഷം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അതോ ഓരോ ജന്മദിനവും അവരുടെ മനസ്സിൽ മറ്റാരും കാണാത്ത ഒരു മുറിവ് തുറക്കുന്നതുകൊണ്ടാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം കേവലം ഒരു ആഘോഷത്തെക്കുറിച്ചല്ല, മനുഷ്യ മനസ്സിന്റെ ഏറ്റവും നിശബ്ദമായ വികാരങ്ങളെക്കുറിച്ചാണ്. ഒരു ദിവസം സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ നിങ്ങൾ കാണും നൂറുകണക്കിന് ആശംസകൾ, കേക്ക്, മെഴുകുതിരികൾ, ചിത്രങ്ങൾ, ചിരികൾ. പക്ഷെ അതേ ദിവസം മറ്റൊരാൾ തന്റെ ജനനത്തീയതി പ്രൊഫൈലിൽ നിന്ന് പോലും മറച്ചുവെക്കുന്നു, ഫോൺ ഓഫ് ചെയ്യുന്നു, വീട്ടിൽ ശാന്തമായിരിക്കുന്നു. ആരെങ്കിലും ആശംസിച്ചാൽ പോലും വിഷയം മാറ്റാൻ ശ്രമിക്കുന്നു. സമൂഹം ഉടനെ ഒരു നിഗമനത്തിലെത്തും: ഇയാൾ വിചിത്രനാണ്, സന്തോഷിക്കാൻ അറിയില്ല. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് ഇതിനു പിന്നിൽ പല കാരണങ്ങളുണ്ടാകാമെന്നാണ്. ജന്മദിനം എന്നത് ഒരു തീയതി മാത്രമല്ല, അത് മനുഷ്യൻ സ്വന്തം ജീവിതത്തെ വിലയിരുത്തുന്ന ദിവസമായി മാറാറുണ്ട്. കഴിഞ്ഞൊരു വർഷം ഞാൻ എന്ത് നേടി? ഞാൻ ആഗ്രഹിച്ച ജീവിതം ജീവിക്കുകയാണോ? എന്റെ സ്വപ്നങ്ങൾ എവിടെയെത്തി? ഞാൻ സന്തോഷവാനാണോ? ഈ ചോദ്യങ്ങൾ ചിലരുടെ മനസ്സിൽ ശക്തമായി ഉയർന്നുവരും. പുറത്തുള്ളവർ ആഘോഷം കാണുമ്പോൾ ഉള്ളിൽ മറ്റൊരു കണക്ക് നടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികൾക്ക് ജന്മദിനം പ്രായം കൂടുന്നതിന്റെ സന്തോഷമാണ്. എന്നാൽ പ്രായം കൂടുന്തോറും ചിലർക്ക് അത് സമയം കടന്നുപോകുന്നതിന്റെ ഓർമ്മയായി മാറുന്നു. ഇന്നലെ വരെ വളരെ ദൂരെയെന്ന് തോന്നിയ പ്രായം പെട്ടെന്ന് മുന്നിലെത്തിയതായി തോന്നും. മനസ്സ് ചോദിക്കാൻ തുടങ്ങും: ഇത്ര വർഷം ജീവിച്ചിട്ടും ഞാൻ ശരിക്കും ജീവിച്ചോ? ഈ ചോദ്യം പലപ്പോഴും കേക്കിനേക്കാൾ ഭാരമുള്ളതായി മാറും. ചിലർക്ക് ജന്മദിനം ആഘോഷിക്കാൻ ഇഷ്ടമില്ലാത്തതിന് പിന്നിൽ ബാല്യകാല ഓർമ്മകളുമുണ്ടാകാം. എല്ലാവർക്കും സന്തോഷകരമായ ബാല്യമായിരുന്നില്ല. ചിലരുടെ ജന്മദിനം ആരും ഓർത്തിരുന്നില്ല. ചിലരുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ആഘോഷങ്ങളുണ്ടായിരുന്നില്ല. ചിലർ അന്നുപോലും വഴക്കുകളും കണ്ണീരും മാത്രമാണ് കണ്ടത്. തലച്ചോർ അനുഭവങ്ങളെ വികാരങ്ങളുമായി ബന്ധിപ്പിക്കും. അതുകൊണ്ട് പിന്നീട് ജന്മദിനം എന്ന വാക്കുപോലും പഴയ ശൂന്യതയെ ഉണർത്താൻ സാധ്യതയുണ്ട്. മനഃശാസ്ത്രത്തിൽ ഒരു കാര്യം വ്യക്തമാണ്: മനുഷ്യർ സംഭവങ്ങളെ ഓർക്കുന്നതിനേക്കാൾ ആ സംഭവങ്ങളോട് ചേർന്ന വികാരങ്ങളെയാണ് കൂടുതൽ കാലം ഓർക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ ദിവസം ഒരാൾക്ക് സന്തോഷവും മറ്റൊരാൾക്ക് വേദനയും നൽകുന്നത്. കലണ്ടറിലെ തീയതി ഒരുപോലെയായിരിക്കും, പക്ഷേ മനസ്സിലെ അർത്ഥം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്ക് ശ്രദ്ധാകേന്ദ്രമാകാൻ ഇഷ്ടമില്ല. ജന്മദിനം ആഘോഷിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ കുറച്ചു നേരത്തേക്ക് തങ്ങളിലേക്ക് തിരിയും. ചിലർക്കത് സന്തോഷമാണ്. എന്നാൽ മറ്റു ചിലരുടെ മനസ്സ് അതിനെ സമ്മർദ്ദമായി അനുഭവിക്കും. എല്ലാവരും എന്നെ നോക്കുകയാണ് എന്ന തോന്നൽ പോലും അവരുടെ ഉള്ളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചേക്കാം. ഇത് ആത്മവിശ്വാസത്തിന്റെ കുറവാണെന്ന് മാത്രം പറയാൻ കഴിയില്ല. ഓരോ മനുഷ്യന്റെയും സാമൂഹിക അനുഭവം വ്യത്യസ്തമാണ്. മറ്റൊരു കൗതുകകരമായ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം: ചിലർ മറ്റുള്ളവരുടെ ജന്മദിനം വലിയ സന്തോഷത്തോടെ ആഘോഷിക്കും. എന്നാൽ സ്വന്തം ജന്മദിനം വന്നാൽ നിശബ്ദരാകും. ഇതിനു പിന്നിൽ ഒരു മനഃശാസ്ത്ര കാരണമുണ്ടാകാം. മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണാൻ അവർക്കിഷ്ടമാണ്, പക്ഷേ സ്വന്തം വികാരങ്ങൾ തുറന്നു കാണിക്കാൻ അവർക്ക് മടിയാണ്. ചിലപ്പോൾ അവർ സ്നേഹം സ്വീകരിക്കുന്നതിനേക്കാൾ സ്നേഹം നൽകുന്നതിലാണ് കൂടുതൽ സുരക്ഷ അനുഭവിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ചവർക്കും ജന്മദിനം പ്രയാസമുള്ള ദിവസമായി മാറാം. ഒരിക്കൽ ഓരോ ജന്മദിനത്തിലും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ ഇന്നില്ല. ഒരു മാതാപിതാവ്, ഒരു സുഹൃത്ത്, ഒരു ജീവിത പങ്കാളി. അപ്പോൾ ജന്മദിനം സന്തോഷത്തേക്കാൾ അഭാവത്തിന്റെ ഓർമ്മയായി മാറും. പുറത്തുള്ളവർ ആശംസകൾ പറയുമ്പോൾ ഉള്ളിൽ ഒരാളുടെ ശബ്ദം മാത്രം മുഴങ്ങിക്കൊണ്ടിരിക്കും. സമൂഹം പലപ്പോഴും സന്തോഷത്തെ ഒരു പ്രകടനമായി മാറ്റുന്നു. വലിയ ആഘോഷങ്ങൾ, വില കൂടിയ സമ്മാനങ്ങൾ, ചിത്രങ്ങൾ, വീഡിയോകൾ. ഈ സംസ്കാരത്തിനിടയിൽ ചിലർ സ്വയം ചോദിക്കാൻ തുടങ്ങും: ഞാൻ ആഘോഷിക്കുന്നത് എന്റെ സന്തോഷത്തിനായിട്ടാണോ, അതോ മറ്റുള്ളവർ കാണാനാണോ? ഈ ചോദ്യം ചിലരെ ആഘോഷങ്ങളിൽ നിന്ന് അകറ്റാനും സാധ്യതയുണ്ട്. മനുഷ്യന്റെ മൂല്യം ഒരു ദിവസത്തെ ആശംസകളുടെ എണ്ണത്തിൽ അളക്കാൻ കഴിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് പലരും അറിയാതെ അങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നു. എത്ര പേർ ആശംസിച്ചു? ആരൊക്കെ മറന്നു? ആരാണ് സ്റ്റാറ്റസ് ഇട്ടത്? ആരാണ് വിളിക്കാതിരുന്നത്? സന്തോഷത്തിന്റെ ദിവസമെന്ന് കരുതിയ നിമിഷം താരതമ്യത്തിന്റെ ദിവസമായി മാറും. മണി സൈക്കോളജി പറയുന്നത് പോലെ മനുഷ്യൻ പലപ്പോഴും സ്വന്തം മൂല്യം പുറം ലോകത്തിന്റെ പ്രതികരണങ്ങളിൽ അളക്കാൻ ശ്രമിക്കുന്നു. ജന്മദിനവും അതിന്റെ ഭാഗമാകാം. ചില ആത്മീയ പാരമ്പര്യങ്ങൾ പറയുന്നത് ജന്മദിനം പുറത്തുള്ള ആഘോഷത്തിനേക്കാൾ ഉള്ളിലെ നന്ദിയുടെ ദിവസമാകാമെന്നാണ്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമല്ല. എന്നാൽ ചിലർ ആ ദിവസം ശാന്തമായി ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങൾ ഓർക്കുന്നു, തെറ്റുകൾ അംഗീകരിക്കുന്നു, പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു. അവർക്ക് ആഘോഷം പുറത്തല്ല, ഉള്ളിലാണ്. ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് സംസാരിക്കുന്ന ചിലർ മറ്റൊരു കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നു. ഒരാൾ തന്റെ ജീവിതത്തെക്കുറിച്ച് നിരന്തരം കുറവിന്റെ വികാരത്തിൽ മാത്രം ചിന്തിച്ചാൽ അതേ മനോഭാവം ശക്തിപ്പെടാമെന്നാണ് അവരുടെ വിശ്വാസം. അതേസമയം ലഭിച്ച അനുഭവങ്ങൾക്കും പഠിച്ച പാഠങ്ങൾക്കും നന്ദി പറയാൻ കഴിയുമ്പോൾ ജീവിതത്തെ കാണുന്ന രീതിയും മാറാമെന്ന് അവർ കരുതുന്നു. ഇതൊരു ആത്മീയ വിശ്വാസമാണ്, തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ നിഗമനമല്ല. എന്നാൽ നന്ദി പ്രകടിപ്പിക്കുന്ന ശീലം ചിലരിൽ മാനസിക ക്ഷേമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചില മനഃശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇതെല്ലാം കേട്ട ശേഷം ഒരു തെറ്റിദ്ധാരണയുണ്ടാകരുത്. ജന്മദിനം ആഘോഷിക്കാൻ ഇഷ്ടമില്ലാത്ത എല്ലാവരും ദുഃഖിതരാണെന്നില്ല. ചിലർക്ക് ശാന്തമായൊരു ദിവസം മതി. ഒരു പുസ്തകം, ഒരു യാത്ര, പ്രകൃതിയിലൊരു നടത്തം, കുടുംബത്തോടൊപ്പം ഒരു സാധാരണ ഭക്ഷണം.
അതാണ് അവരുടെ ആഘോഷം. സന്തോഷത്തിന് ഒരേയൊരു രൂപമില്ല. ഓരോ മനസ്സും സന്തോഷത്തെ വ്യത്യസ്തമായി അനുഭവിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ജന്മദിനം മറക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തെ വെറുക്കുന്നതുകൊണ്ടല്ല, ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുന്നതുകൊണ്ടാകാം. ഒരുപക്ഷെ ആ ദിവസം നിങ്ങൾ മറ്റുള്ളവരുടെ ആശംസകളേക്കാൾ നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ ശബ്ദമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം മനുഷ്യന്റെ യഥാർത്ഥ ജന്മദിനം കലണ്ടറിലെ ഒരു തീയതിയല്ല, സ്വന്തം ജീവിതത്തിന്റെ വില ആദ്യമായി തിരിച്ചറിയുന്ന ദിവസമാണ്. ആ തിരിച്ചറിവ് വന്നാൽ ആഘോഷം കേക്കിലോ മെഴുകുതിരിയിലോ ഉണ്ടാകില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ നിശബ്ദമായി തെളിയുന്നൊരു വെളിച്ചമായി മാറും. ആ വെളിച്ചം ഒരിക്കൽ തെളിഞ്ഞാൽ ലോകം നിങ്ങളെ ഓർത്താലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പുതിയ കണ്ണുകളോടെ കാണാൻ